സുന്ദരം ഞാനും. എന്തടത്? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. പിന്നെ ഏതാ മോനെ ഈ ലച്ചു? ഏതായാലും നല്ല പൊരുത്തം. അച്ചു ലച്ചു, സ്വീറ്റ് നെയിം. എന്താടാ മറ്റവനാണോ? മൊറ മൊറ. ചുമ്മാ ശരി. അവള് അച്ഛന്റെ പഴയ ഒരു ആശ്രിതന്റെ മകളാ. ഒരു ആക്സിഡന്റിൽ അവളുടെ അച്ഛൻ മരിച്ചു പോയപ്പോ ആരും ഇല്ലാണ്ടായി പാവത്തിന്. അപ്പൊ കൂടെ കൂട്ടി അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ. താഴെ വിളിക്കണം, അവിടെ എല്ലാരും എത്തി. ഓ വേഗം വാ. ക്ഷേത്രത്തിലെ ദേവന് ചാർത്താനുള്ള തിരുവാഭരണം ദേശക്കാർ ഏറ്റുവാങ്ങുന്ന ചടങ്ങാ. ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. നോക്കണ്ട, അച്ചുവിന്റെ കാര്യത്തിൽ അവൾക്കൊരു പ്രത്യേക കെയർ ഉണ്ട്. ആ നിനക്കൊരു ഭീഷണിയാ. യു ബെറ്റർ ബി കെയർഫുൾ. ചെറിയ വരിക, ഇങ്ങോട്ട് കൊടുത്തോളാം. വാങ്ങ വരിക, വന്നോളാം. ആ കുട്ടി എവിടെ? ലച്ചു വാ മോളെ. ഈ തിരുവാഭരണമാണ് ഇന്നു മുതൽ ദേവന് ചാർത്തുക. ഞാനിത് ജീവിച്ചിരിക്കില്ല. ഞാൻ പാറമല ചാടി ചാവും. കാതർ കാര്യം എന്താണെന്ന് പറയും. എന്റെ കുടിയിലെ കാര്യം മാധവേട്ടൻ അറിയാലോ. ആകെ ഉള്ളത് ഒരേ സ്ഥല. അതിന്റെ ആധാരം അങ്ങ് കോപ്പറേറ്റീവ് ബാങ്കിൽ പണയത്തിലും. അത് ആ ഭൂമി വിൽക്കാൻ നിരീച്ചിട്ടാ കാതർ മൂത്ത മുട നിക്കാൻ ഉറപ്പിച്ചത്. പിന്നെന്താ പ്രശ്നം? വിൽക്കാൻ വേണ്ടി കരവടക്കാൻ ചെയ്തപ്പോ വില്ലേജ് ഓഫീസർ പറയാ ആ ഭൂമി വിൽക്കാൻ പറ്റില്ല, ആ ഭൂമിയൊക്കെ സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണെന്ന്. അവിടെ എന്തോ പദ്ധതി വരാൻ പോണത്രേ. പദ്ധതി? അതെ, കാതറിന്റെ മാത്രം സ്ഥലമല്ല, ആ പ്രദേശത്തെ മുഴുവൻ സ്ഥലങ്ങളും ഫ്രീസ് ചെയ്തിരിക്കുക. ആ ഭൂമി വിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ മോടെ നിക്കാതെ മുടങ്ങും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഖാദർ വിഷമിക്കണ്ട. ഭൂമി കച്ചവടം നടക്കാത്തതിന്റെ പേരില് മോളുടെ നിക്കാവ് മുടങ്ങില്ല. പക്ഷെ എനിക്കറിയണം, ഞാൻ അറിയാതെ അവിടെ ഏത് പദ്ധതിയാ വരാൻ പോകുന്നതെന്ന്. ജമാലെ, വണ്ടി എടുക്കണം. നിന്റെ അച്ഛൻ അപ്പൊ ചുരുക്കി പറഞ്ഞ നിന്റെ അച്ഛൻ ഒരു പാരലൽ ഗവൺമെന്റ് ആണല്ലേ? അല്ല, ഹീസ് an alternate government. ജില്ലാ ഭരണകൂടത്തിന് പദ്ധതിയെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളെ അറിയൂ മാധവേട്ട. തീരുമാനം റവന്യൂ വകുപ്പിന്റെ, റവന്യൂ മിനിസ്റ്റർ കുരുവിള ജോർജിന്റെ. ഞാൻ കരുതി ഭൂരഹിതരായ കർഷകർക്കുള്ള പട്ടയ വിതരണം സംബന്ധിച്ച് ചർച്ചയാവുന്ന. ഇതിപ്പോ പട്ടമേളയാണല്ലോ ഗുരുവിളെ. തന്നോട് പാരങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. നിന്റെ തന്ത മരിച്ചുപോയ കുന്നയ ഔസേപ്പച്ചായ. എന്റെ മാധവ, നിന്റെ ഗുണ്ടായസൊന്നും കുരുകളുടെ അടുത്ത് നടക്കുകയില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ എഴുതി പിയുടെ അടുത്ത് കൊടുത്തേച്ച് പോണം. വായിച്ചു നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തിരിക്കും. എല്ലാരും നീ ഇത്ര വേഗം അത് മറന്നു അല്ലേ? നമ്മൾ തമ്മിലുള്ള കണക്കുകൾ ഒരിക്കൽ പറഞ്ഞ് അവസാനിപ്പിച്ചതാ. ഇനി അത് തുടങ്ങി വെക്കാനാണ് നിന്റെ പടപ്പുറപ്പാടെങ്കില് ചെറിയ പള്ളി തറവാട്ടിലെ തെക്കേ കണ്ടത് ചിരയൊരുക്കും ഞാൻ. ഒന്നല്ല രണ്ട്, നിന്റെതാ ഇവന്റെയും. എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമാ. ഞാൻ അറിയാതെ എന്ത് പദ്ധതിയാ എന്റെ നാട്ടിൽ, ഏത് വിവരക്കേടിന്റെ പേരില എന്റെ നാട്ടുകാർക്ക് സ്വന്തം ഭൂമി ക്രയവിക്രയം നടത്താൻ അനുവാദമില്ലാത്തത്? അവിടെ ഒരു വമ്പൻ പ്രോജക്റ്റ് വരാൻ പോകുന്നു. ഇവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അതിന് പറ്റിയ സ്ഥലം പുറമ്പോക്കായിട്ടും അല്ലാതെയും ഒരുപാട് കിടക്കുന്നുണ്ടല്ലോ വേറെ. അവിടെ മതി പ്രോജക്റ്റ്. താനൊന്ന് പോടോ. എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോഴേ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സഭ, ഞങ്ങളെപ്പോലുള്ളവരുടെ ഭരണം. അതിന്റെ ഇടയിൽ ഉടക്കം കൊണ്ട് വന്നാലുണ്ടല്ലോ, വച്ചേക്കില്ല ഞാൻ. നടക്കില്ല. പാവങ്ങളെ കുടിയിറക്കി ഇവർക്ക് വേണ്ടി നീ പദ്ധതി ഇടുന്ന ഒന്നും നടക്കില്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരെ പോലെ ഞാൻ വെറും വാക്ക് പറയാറില്ല.
മാധവൻ നടക്കുന്നതേ പറയൂ, പറയുന്നത് ചെയ്യും. വാടാ. നിങ്ങളുടെ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത്. ഒടുക്കന്റെ കുടിവെള്ളം മുട്ടിപ്പിക്കരുത്. ഇല്ലടോ, ആദ്യം സാമം, ഭേദവും ദാനവും അയാളുടെ ചെലവാകാത്തോണ്ട് നേരെ ദണ്ണം. ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. താൻ ധൈര്യമായിട്ട്. എനിക്ക് ഓടാനും അറിയാം, തുള്ളാനും അറിയാം, പക്ഷെ ഓട്ടം തുള്ളൽ അറിയില്ല. നല്ലോണം പിടിച്ചിരിക്കണേ. നിക്കാൻ നിന്നോട് പറഞ്ഞ നിക്കാൻ കുഴപ്പമാവും. വേഗം വാടാ. ആ, ഇതാ എന്റെ ഫ്രണ്ട്സ്. കമ്മിറ്റിക്കാരറിയാണ്ടേ വന്നിരിക്കണ. എന്നെ പെട്ടെന്ന് പറഞ്ഞാക്കണം. ഇപ്പൊ വിടാ, ഒരു 2 മിനിറ്റ്. കേറിക്കോളൂ, കേറിക്കോളൂ. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ക്യാപ്സ്യൂൾ പരുവത്തി ഞാനും പഠിച്ചിട്ടുണ്ട് ഓട്ടംതുള്ളൽ. എപ്പ? എന്നാലും ഉപ്പോളം വരുവോ മാഷേ ഉപ്പിലിട്ടത്. എനിക്ക് നിങ്ങളുടെ ആട്ടുവാ കാണണ്ടേ. അതിന് അമ്പലത്തേക്ക് പോന്നാ പോലെ. അയ്യോ, അമ്പലം വേണ്ട, അമ്പലം വേണ്ട. പുറത്താ. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് പേടിയാ പടക്കം. ഓ, എന്നാ തുടങ്ങിക്കോളൂ. അച്ചൂട്ട്, അച്ചൂട്ടാ, ലച്ചു. വന്നേ, വന്നേ, വാ. ദേ കണ്ടോ, കണ്ടോ? ഓമലുണ്ണി ഗണേശ വൻപിച്ചുള്ളൊരു വിഘ്നം വിരവിനോടഖിലം. അമ്പലത്തിലെ പരിപാടിക്ക് വന്ന ആളെ വിളിച്ചു വരുത്തി ഇവിടെ നിർത്തി തുള്ളിക്കുക. ശരിക്കും നിഷേധരല്ലത്. ചെന്നാലും ചീത്ത പറയാ ചേട്ടാ. വലിയ പഠിപ്പും പത്രാസുള്ള കൂട്ടരാണത്രേ. എന്തുണ്ടായിട്ടെന്താ, വകതിരി വലിയാച്ച എല്ലാം തീർന്നില്ലേ? അത് ആ കുട്ടിക്കാണ് തീരെ ഇല്ലാത്തതല്ലേ. ആ, ചെല്ലച്ചോട്ടാ, ചെന്നാൽ ചീത്ത പറയാ. ചെല്ല്, ചെല്ല്. ദാ. താളത്തി കൊട്ടടാ. ആ